ഒരു ചൊല്ലുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടണം. അത് എനിക്കും ബാധകമാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് ബാധകമാണ്. ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. എരണം കെട്ടവര് നാട് ഭരിക്കുമ്പോൾ കൊറോണ, നിപ്പ അങ്ങനെയുള്ള പലതും വരുന്നുള്ളതാ അല്ലെ. ഷിഗല്ല പോലുള്ള മറ്റുള്ള അസുഖങ്ങളും ഇപ്പൊ കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇടതുപക്ഷം ഭരിച്ച സമയത്ത് ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ അതൊക്കെ തുടച്ചു നീക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ തടയണ വെക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ്. താങ്കളൊക്കെ വല്ലാത്ത മനുഷ്യന്മാരാണ് കേട്ടോ. കഴിഞ്ഞില്ല, ഇനി മാങ്കൂട്ടം പറഞ്ഞെന്ന് നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ നട്ടലില്ലാത്ത കുറെ എണ്ണം ഉണ്ട്, കേൾക്കാം. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചോ ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? അങ്ങനെ ഈ ആരോഗ്യ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരാരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും. ഇപ്പൊ താങ്കൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഇപ്പത്തെ മുഖ്യമന്ത്രിയും കൊള്ളാം, ഇപ്പത്തെ ആരോഗ്യമന്ത്രിയും കൊള്ളാം. ഈ നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ, കേരളത്തിലും നിപ്പ വന്ന എല്ലാവരും മരിച്ചോ എന്നുള്ളത്. 2018 ആദ്യ നിപ്പ ബാധ കേട്ടോ. കോഴിക്കോട് ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ രോഗബാധിതനായ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരുന്നു. ഒന്നാമത്തത്. 2019 നിപ്പ കൊച്ചിയിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിച്ചതിനെ തുടർന്ന് ആ യുവാവ് പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ആ വർഷം മറ്റാർക്കും രോഗം പടരാതെ നിയന്ത്രിക്കാനും കഴിഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിൽ പിന്നീട് വന്ന വർഷങ്ങളിൽ രോഗബാധിതരായ ചിലർ ആധുനിക ചികിത്സാ രീതികളും കർശനമായ ഐസൊലേഷൻ വഴി രക്ഷപ്പെടുത്തിയെടുക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. ശൈലജ ടീച്ചർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. 40 മുതൽ 75% വരെയാണ് മരണനിരക്ക് നിപ്പ ബാധിച്ച. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ഉടനെ തന്നെ എടുത്ത നിലപാടുകൾ, പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിനൊക്കെ ഒഴിവാക്കി. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? മരുന്ന് പോലും ഇല്ല ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മരുന്നില്ല എന്ന്. എന്നിട്ടാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ഊളത്തരം. ഈ കോൺഗ്രസ്സുകാർക്കൊന്നും ഈ അസുഖം വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവർ ആ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പിണറായിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ശൈലജ ടീച്ചർക്ക് ആ ഒരു സമയത്ത് ഒരുപാട് അവാർഡുകളും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് വായിക്കാം. നിപ്പ, അതുപോലെ തന്നെ പിന്നീട് വന്ന COVID-19 എന്നിവ പ്രതിരോധിക്കുന്നതിൽ മികച്ച നേതൃപാടവത്തിന് KK ശൈലജ ടീച്ചർക്ക് നിരവധി അന്താരാഷ്ട്ര അവാർഡുകളും ബഹുമതികളും ലഭിക്കുകയുണ്ടായി. യൂറോപ്പിലെ പ്രമുഖ പുരസ്കാരം നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികച്ച നേതൃത്വത്തിന് ഹംഗറി ആസ്ഥാനമായുള്ള സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021 ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ആരോഗ്യം ഭയങ്കര മോശമായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയണേ. യുണൈറ്റഡ് നേഷൻസ് അംഗീകാരം 2020 ലോക പൊതുജന ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച വെബിനാറിൽ പാനലിസ്റ്റായി പങ്കെടുക്കാൻ ശൈലജ ടീച്ചറെ ക്ഷണിക്കുകയും കേരളത്തിന്റെ പ്രതിരോധ മാതൃകയെ UN പ്രശംസിക്കുകയും ചെയ്തു. ഓന്റെ പൊന്നെ, എത്ര വാർത്തകളാണില്ലേ ഇങ്ങനെയുള്ളത്. പക്ഷെ ഇതൊന്നും ഇവര് കാണില്ല കേട്ടോ. ഇവര് നിപ്പ ബാധിച്ച ആളുകളൊക്കെ മരിച്ചു എന്നുള്ള നുണ പറയാൻ നടക്കുക എന്നുള്ളതാണ്. ലണ്ടൻ ഹൗസ് ഓഫ് കോമൺസ് UK ആദരവ്. ബ്രിട്ടീഷ് പാർലമെന്റിലെ കോമൺസ് സഭ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. വോഗ് മാഗസിൻ വുമൺ ഓഫ് ദി ഇയർ, പ്രമുഖ അന്താരാഷ്ട്ര മാഗസിനായ വോഗ് ശൈലജ ടീച്ചറെ ലീഡർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ മാഗസിൻ റാങ്കിങ്ങുകൾ, പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ പ്രോസ്പെക്ട് മാഗസിൻ ലോകത്തെ മുൻനിര ചിന്തകരുടെ പട്ടികയിലും ഫിനാൻഷ്യൽ ടൈംസ് സ്വാധീന ശക്തിയുള്ള വനിതകളുടെ പട്ടികയിലും ശൈലജ ടീച്ചറെ ഉൾപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ എന്തിനാണെന്നറിയോ? വെറുതെ നിപ്പ വന്നപ്പോ ആൾക്കാർ ഇങ്ങനെ മരിക്കുകയായിരുന്നു. അപ്പൊ അതിനെ കൈകൊട്ടി ചിരിച്ചതിന് ആരോഗ്യമന്ത്രിക്ക് കൊടുത്തതോ? കഴിഞ്ഞില്ല. ഇനി നമ്മളെ കിങ്ങിണിക്കുട്ടന്റെ ഒരു കരച്ചില് കേൾക്കാം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. വീണ് കിട്ടിയ അവസരമാക്കി മുതലെടുത്തത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ്. താങ്കളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ സ്വന്തം ഇപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട നുണേഷേട്ടനും ഇങ്ങനെ നുണകൾ പറഞ്ഞ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങളും ഊളത്തരങ്ങളും നുണകളും ഇപ്പൊ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മരുന്ന് പോലും ഇല്ലടേ, ഒരു തുള്ളി മരുന്നെങ്കിലും അവിടെ വെക്കണ്ടേ, എന്നിട്ട് ഡയലോഗ് അടിക്കണ്ടേ? ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം രേഖപ്പെടുത്ത്. ഇമാതിരി ആളുകളാണ് കേരളം ഭരിക്കുന്നത്. വലിയ രോഗവും വന്ന എന്താ അവസ്ഥ?
അപ്പൊ വീണ്ടും വരാട്ടാ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.